ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, അമ്മാണന്റെ പള്ളിന്ന് വന്നോ. അത് നന്നായി. സുമി വിഷമിക്കല്ലേ, എടൊരു വഴിയൊത്ത് വന്നിട്ടുണ്ട്. ചുമ്മാ കള്ളം പറയല്ലേ, വിട്ട്. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എടാ സത്യമായിട്ടും എല്ലാം നടക്കുന്നേ. ചേട്ടാ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. ചേട്ടനൊന്നല്ലോ. കാലത്തിലൊക്കെ പോയി നിനക്ക് എന്തിന്റെ ആവശ്യം? അങ്ങോട്ട് വന്നേ. അക്കൗണ്ട് ഇന്ന് തന്നെ ആക്റ്റീവ് ആവും. പിന്നെ ലോൺ വല്ലതും വേണേ പറയണം. ഇപ്പൊ അധികം ഫോർമാലിറ്റീസ് ഒന്നുമില്ല. വേണമെങ്കിൽ പറയാം സർ. ID ഓക്കെ. സർ ഫോട്ടോ വേണോ? ഫോട്ടോ വേണം. പണിയൊക്കെ തീരാറായോ? ശബ്ദം നല്ല ബുദ്ധിമുട്ടാണെന്നറിയാം. മാക്സിമം സൺഡേ ഒക്കെ ആയിട്ട് പണി തീർക്കാൻ നോക്കുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? പുതിയ സംരംഭം തുടങ്ങുന്നേ നാടിന് നല്ലത്, പിന്നെ ഞങ്ങൾ ബാങ്കുകാർക്ക് നല്ലതല്ലേ. ഗോപു ഗോപു ഇവരെയാ ലോക്കറിന് കാണിച്ചു. ഇയാളോട് ചെന്നാൽ മതി. ശരി. ഇത് നിങ്ങളുടെ കീ. ഇന്നോണ്ട് പണി തീർക്കണം കേട്ടാ. അല്ലേട്ടാ, പണിയൊന്നും ആയില്ലല്ലോ. കട വല്ലതും സമയത്തും തുറക്കാൻ പറ്റുമോ? ഇന്നലെ ഞാൻ ദിവസം ഇവിടെ ആകെ തുന്നെ കണ്ടില്ല. നീ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രാമൻചേട്ടാ വിട്ടേക്ക്, എനിക്കറിയാലോ. ഭയ്യ ആപ് കാം കർ ലോ. നിന്നെ അടുത്തോളട്ടോ. ചേട്ടാ കുറച്ചും കൂടെ തരാൻ ബാക്കിയുണ്ട്. അത് സാരമില്ല, ഇനിയിപ്പോ റൂഫിന്റെ പണിയും കൂടെ അല്ലേ ഉള്ളൂ. അത് ഞാൻ അടുത്ത ആഴ്ച ആളെ വിട്ട് സെറ്റാക്കി തരാം. ബൈ. ചായ പീച്ചാ പോവാം. അത് പറഞ്ഞപ്പോ അവന്മാർക്ക് മനസ്സിലായി. അതെ, സുഗീത് എടുത്ത ഫോട്ടോസ് ഉണ്ടായിരുന്നോ? അടിപൊളിയായിട്ടുണ്ട്. നമ്മളിവിടെ എന്തിനാ വന്നതെന്ന് മറക്കണ്ട. അപ്പൊ നീയോ അന്നാ റോജനായിട്ട് ഉടക്കിയതോ? എല്ലാരും കൂടെ ഒരു പാവത്തിന് തല്ലുന്ന കണ്ടപ്പോഴേ കൈവിട്ടുപോയി. പിണങ്ങിയോ?
ശരിയുടെ ബേസിലെ ബേസിലേ, സുമിയുടെ പുറകെയുള്ള നടപ്പ് നിർത്തുവല്ലടാ. അവരെത്തിയില്ലല്ലോ. അടിച്ചോമാരെ കണ്ട അറിയാവൂടാ. റോജിന്റെ പണി അല്ലാതെ ആരാ? മെമ്പർ വിളിച്ചപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു. നിന്നെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്. എടാ ബേസിലേ, നീ ആ പെൺകുച്ചിന്റെ പുറകെ നടക്കുന്ന പരിപാടി അങ്ങ് നിർത്തടാ. അതാ നിനക്ക് നല്ലത്. അവക്കും എന്റെ മെമ്പറെ അങ്ങനെയൊന്നും പറയല്ലേ. ഇത് പഴയ കാലമൊന്നുമല്ല, അറിയാലോ. അടിക്ക് അങ്ങനെ പഴയതും പുതിയൊന്നുമില്ല. കിട്ടിയാ കിട്ടിയതാ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. മെമ്പറെ, ഇതെന്നെ അപേക്ഷ മെമ്പർ എഴുതുന്നേ? നമ്മുടെ ജാനകമ്മില്ലേ കലിങ്ങിനടുത്തുള്ള അവർക്കൊരു വീട് മെയിൻ്റെനൻസിനുള്ള അപേക്ഷ. ആ, വീടിന്റെ ആണോ? സാധാരണ മെമ്പർ കോഴിക്കുള്ള അപേക്ഷയാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത്. ആ മക്കളെ, ചായ എടുക്കട്ടെ? അടുത്ത വ്യാഴാഴ്ച ഒരു പരിപാടിയുണ്ട്. കടയുടെ ഉദ്ഘാടനമാണ്. എന്തായാലും വരണം. വല്ല സിനിമാ നടന്മാരല്ലോ ആണോ? സാറ് വന്നൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. ഞാനോ? അയ്യോ, പേടിക്കേണ്ട മെമ്പറെ, മുടി മുറിക്കാനല്ല, റിബൺ മുറിക്കാനാ. ഉറപ്പായിട്ടും വരും. താങ്ക്സ്. ശരി. ഉദ്ഘാടനം സതീശൻ മുണ്ടംകൊല്ലി. സുഗീതേ, ഓ അന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം. വരുമല്ലോ അല്ലേ? പിന്നെന്നാ, വരാലോ. തലേദിവസം തന്നെ വരാം. ചേട്ടാ വന്നേക്കണേ. ശരി. അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തായാലും വരണ വ്യാഴാഴ്ച രാവിലെ തന്നെ എത്തണം. ശരി എന്നാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതേ, നല്ല പിള്ളേരല്ലേ? അതെ, ഭംഗി മാത്രമല്ല, ഔചിത്യവും മര്യാദയും ഒക്കെ ഉണ്ട്. എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു മെമ്പറെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതിനും വരെ.